പ്രധാനപ്പെട്ടതും അനുകരണീയവുമായ ഒരു പരിപാടിയാണ് ഇവിടെ സമൂഹത്തിലുള്ളത്. സമ്പൂർണ്ണ നിർണയ ഇടവകയായ പ്രധാനപ്പെട്ട അതോടൊപ്പം തന്നെ നേതൃദാന ഫോറം അതിൻ്റെ സമ്മതപത്രം കൈമാറുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഒരു ശരീരം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സഹായം ലഭിക്കുകയാണ് രക്തം നൽകുന്നതിലൂടെയും അതുപോലെ തന്നെ നേട്ടം കണ്ണ് നൽകുന്നതിലൂടെയും. കണ്ണ് കാണാത്ത ഒരാൾ രണ്ട് തരത്തിലുണ്ട്. ജന്മന അന്ധനായ ഒരാൾ ജനിക്കുമ്പോൾ കണ്ണ് കാണാൻ കഴിയുമെങ്കിൽ പല അസുഖങ്ങൾ കണ്ടുപിടിക്കുക കണ്ണ് കാണാൻ കഴിയാതെ പോയത്. അതിൽ ആദ്യത്തെ വിഭാഗപ്പെടുന്നത് നാക്കം നൽകിയതുകൊണ്ട് മാത്രം ചിലപ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത് വരെ. പക്ഷേ മറ്റൊരാളുടെ കണ്ണ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ വീണ്ടും കാണാൻ കഴിയും എന്നുള്ള ഒരു മനസ്സിൻ്റെ സന്തോഷം. ഇനി പ്രപഞ്ചത്തിലൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കാണാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു മനസ്സ്. ആ മനസ്സ് വീണ്ടും കാണാൻ കഴിയുന്നു എന്ന് തോന്നുമ്പോൾ അതിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയാണ് നിർവചിക്കാൻ പറ്റാത്ത മാറ്റമാണ്. സന്തോഷം എന്ന വാക്കുകൊണ്ടൊന്നും നിർവചിക്കാൻ പറ്റില്ല. നിർവൃത്തി എന്ന വാക്കുകൊണ്ടും നിർവചിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ വാക്കുകൾ അതീതമായ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. കാണാൻ പറ്റാത്ത ഒരാൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നതാകും. അതിനുള്ള പ്രാർത്ഥിക്കുന്നത് ആരാണ്? അവരുടെ ജീവിതം ധന്യമാണ് എന്നതായിരുന്നു സംശയിക്കുക. പല അസുഖങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള മരണം ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും നല്ല കണ്ണുകൾ എത്രയോ വർഷങ്ങൾ കാഴ്ച നൽകാൻ പറ്റുന്ന കണ്ണുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. വാസ്തവത്തിൽ അതെല്ലാം പൂർണ്ണമായും കണ്ണ് കാണാത്തവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം സമൂഹത്തിലുണ്ടാകണം. അതിന് നിയമമൊക്കെ നാട്ടിലുണ്ട്. പക്ഷെ ആ നിയമം നടപ്പിലാക്കപ്പെടുന്നില്ല. അതിന് കാരണം സ്വയത്തിലുള്ള അർപ്പണബോധം ഇല്ലാത്തതാണ്. ആ അർപ്പണബോധം ഉണ്ടാക്കുക എന്ന കർമ്മമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഞാൻ കണ്ണു നൽകാൻ തയ്യാറായ, മറ്റുള്ളവരും കണ്ണു നൽകാൻ തയ്യാറായ, നമ്മുടെ ജീവിതം അവസാനിച്ചാൽ കണ്ണുകൾ ഇവിടെ കാഴ്ചകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായും മാനവികതയുടെ ഏറ്റവും ഉയർന്ന തലമാണ്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ നേതൃദാന സമ്മതം